സ്നേഹമുള്ള സഹോദരങ്ങളെ, മാർച്ച് 16 ഞായർ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം 3 വർഷം പരസ്യമായി സ്നേഹത്തോടുകൂടി അവരുടെ ഇടയിൽ പെരുമാറി, അവരെ പഠിപ്പിച്ചു, അവരെ ഒരുക്കി. അതിനുശേഷം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സംസാരം ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി നടത്തുകയാണ്. 12 ശിഷ്യന്മാരെയും ഈശോ വിളിച്ചു ഒരിടത്ത് കൂട്ടുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, വലിയൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈശോ പോകുന്നത്. വലിയൊരു യുദ്ധക്കളത്തിലേക്കാണ് ഈശോ പോകുന്നത്. ജീവിതം മുഴുവനും ഞുറുങ്ങപ്പെടാനുള്ള ഒരു യുദ്ധക്കളം, മനസ്സ് മുഴുവനും തകർക്കപ്പെടാനുള്ള ഒരു യുദ്ധക്കളം. ഇനിയും വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പീഡിപ്പിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു യുദ്ധക്കളത്തിലേക്കാണ് ഈശോ പോകുന്നത്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്ത കാര്യങ്ങൾ ഇവിടെ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നതാണ്. ഈശോയുടെ പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാമത് പറയുന്ന ഒരു അവസരമാണ് ഈ സുവിശേഷ ഭാഗം. 3 പ്രാവശ്യം മൂന്നാമത്തേതാണ് ഇവിടെ നമ്മൾ കാണുക. കർത്താവ് പറയുന്നു, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. വളരെ വ്യക്തമായിട്ട് ബോധപൂർവം ശിഷ്യന്മാർ മനസ്സിലാക്കത്തക്ക രീതിയിലാണിത് പറയുന്നത്. മനുഷ്യപുത്രൻ പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. പിന്നെയുമുണ്ട്, അവർ അവനെ മരണത്തിന് വിധേയമാക്കും. അതുപോലെ തന്നെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനിയുണ്ട്, അവർ അവനെ പരിഹസിക്കും, പ്രഹരിക്കും, ക്രൂശിക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. വളരെ ആശ്വാസകരമായ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നടുവഴിയിലോട്ട് മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ക്രൂരമായ കൊലപാതകങ്ങൾ കൂട്ടമായിട്ട് നടക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും ചില വീഡിയോകൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. വഴിയോര ക്രൂരതകൾ പിടിച്ചു കൊണ്ടുപോയി വളരെ ശക്തവാന്മാരുടെ കരങ്ങളിലിട്ട് തകർത്ത് രക്തച്ചൊരിച്ചിലൂടെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അതും സ്ത്രീകളും കുട്ടികളും ഒക്കെ തകർക്കപ്പെടുന്ന മരണപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇത് പറയുന്നത്, എന്നെ പരിഹസിക്കും, പ്രഹരിക്കും, ക്രൂശിക്കും. ഇതെല്ലാം സ്വന്തം ശിഷ്യന്മാരോടാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതുകൊണ്ടൊന്നും ഇവിടെ എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതെ, നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം അവസാനിക്കുന്നില്ല. തകർക്കപ്പെട്ടാലും പരിഹസിച്ചാലും പല രീതിയിൽ ക്രൂശിക്കപ്പെട്ടാലും അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നത് അത് ശരീരത്തിന് മാത്രമാണ് ഏൽക്കുക. അതിവിശിഷ്ടമായിട്ടുള്ളൊരു ആത്മാവിനൊരു പുനരുത്ഥാനമുണ്ട്, ഉയർപ്പിക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് പറയുന്ന സുവിശേഷ ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സെബെദീപുത്രന്മാർ വന്ന് കർത്താവിൻ്റെ അടുക്കൽ ചോദിക്കുന്നത്, നീ വളരെ പ്രധാനമായിട്ടുള്ള പൊസിഷനിലാക്കി ആകുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തു തരണം കേട്ടോ. നിൻ്റെ വലത്തും നിൻ്റെ ഇടത്തും ഇരിക്കാനുള്ള ഒരു വരം തരണം. അത് പറയുന്നത്, എനിക്കല്ല ആ വരമുള്ളത്, അല്ലെങ്കിൽ തരേണ്ടത് ഞാനല്ല, അത് നിങ്ങളുടെ സ്വർഗീയ പിതാവാണ്. പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കല്ലാതെ ഇതൊന്നും ആർക്കും ലഭിക്കുവാനും സാധിക്കുകയില്ല. കർത്താവിനോട് നമുക്കും ചേർന്ന് നിന്നുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ നോമ്പുകാലം ചെലവഴിക്കാൻ, പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാൻ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യാവറപിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.